ഹലോ ഗൈസ്, അപ്പോൾ ജെൻസിസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓൾറെഡി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ, അതായത് ഇവരുടെ കർട്ടൺ റിലീസും കാര്യങ്ങളും എല്ലാം നമ്മളൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. പഠിക്കുന്ന സബ്ജക്റ്റിനോട് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള ഡെക്കറേഷനായിരുന്നു ഇവരുടെ ഡെക്കറേഷൻ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പോർട്ടിക്കോയിലാണെങ്കിലും അതുപോലെ നമ്മുടെ മെയിൻ എൻട്രൻസിലാണെങ്കിലും അവരുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇവരുടെ ഡെക്കറേഷൻസ് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ ഡെക്കറേഷന് വേണ്ടി മാത്രം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് നടത്തിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് എല്ലാം നല്ല സക്സസ് ആയിട്ട് തന്നെ അവസാനിപ്പിക്കാനായിട്ട് പറ്റി. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഡെക്കറേഷൻ ഇവർ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട പോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ കുറേ സ്റ്റോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് ഗുലാബ് ജാമുൻ മാത്രമായിട്ടും പിന്നെ ഒരു പ്ലേറ്റ് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീമുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിലും കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, വെജ് പുലാവ്, മോമോസ്, അങ്ങനെ കുറേ ഐറ്റംസും ഒക്കെ ഉള്ള ഒരു സ്റ്റോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതേണ്ട ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ ഒരു മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീമും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഈവനിങ് ആയപ്പോഴത്തേനും ചെറിയൊരു ബാൻഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സ്റ്റോൺ പാർക്കിൽ എല്ലാവരും കൂടി ഇരുന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നാളെ നമ്മുടെ ജീസസ് യൂത്തിൻ്റെ സീനിയേഴ്സിന് ഫെയർവെല്ലാണ്. അപ്പോൾ അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അത് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഫോൺ കൊടുത്തിട്ട് വേറൊരാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ PG ചേച്ചിമാരുടെ, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ PG ചേച്ചിമാരുടെ ഫെയർവെൽ കൂടെയായിരുന്നു. നമ്മൾ ബോട്ടണിക്കാർ UGയും PGയും ഫെയർവെൽ നടത്തുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അവരും ഫെയർവെല്ലൊക്കെ അടിച്ചു പൊളിച്ചു. ഇനി ഞങ്ങളുടെ ചേച്ചിമാർക്ക് ഞങ്ങൾ ഫെയർവെൽ കൊടുക്കുന്ന ഏപ്രിൽ 10-നാണ്. എന്ത് പെട്ടെന്നാണല്ലേ സമയം പോയത്. ഇനിയിപ്പോൾ ഇത് എക്സാമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 3rd years ആയി. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വർഷം കൂടെ ഉള്ളൂ ഞങ്ങളുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അത് മാക്സിമം എൻജോയ് ചെയ്യണം. നമ്മൾ പഠിക്കുന്ന സമയമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. എന്നാലും അടിച്ചു പൊളിക്കുക. അപ്പോൾ ബൈ ഗൈസ്.